ഹലോ സ്റ്റുഡൻസ്, ഒരു പുതിയ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർഫസ് കെമിസ്ട്രി എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് മുൻകാല വർഷങ്ങളിൽ നീറ്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് 2019 ചോദിച്ച ക്വസ്റ്റ്യൻ എടുക്കുകയാണ്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് മിക്സ്ചർ ഓഫ് ദി സൊല്യൂഷൻസ് വിൽ ലെഡ് ടു ദി ഫോർമേഷൻ ഓഫ് നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡൽ AgI- ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും റിയാക്ഷൻ നടക്കുന്നത് AgNO3യും KIയും തമ്മിലാണ്. ഓക്കെ, സോ ഞാൻ AgNO3 എന്നെഴുതി പ്ലസ് KI. AgNO3യും KIയും തമ്മിൽ റിയാക്ട് ചെയ്താൽ ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് AgI പ്ലസ് KNO3 ആയിരിക്കും. KNO3. ഓക്കെ, ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ ആക്ച്വലി ഒരു ചോദിച്ചുള്ളത് ഈ തന്നിട്ടുള്ള ഈ താഴെയുള്ള ഓപ്ഷനിൽ നിന്ന് ഏത് ഓപ്ഷനാണ് നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ് ഫോം ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്ക് അതിന് ട്രിക്ക് പറഞ്ഞുതരാം. അതായത് ഇവിടെ നമ്മൾ 2 റിയാക്റ്റൻസ് എടുത്തിട്ടുള്ളത്. ഒന്ന് AgNO3 ആണ്, 2 KI ആണ്. ശരിയല്ലേ? സപ്പോസ് AgNO3യുടെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ N അല്ലേ? AgNO3യുടെ നമ്പർ ഓഫ് മോൾസ് KIയേക്കാളും കൂടുതലാണെങ്കിൽ ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ് ആയിരിക്കും. എന്നാൽ ഓപ്പോസിറ്റ് ആണെങ്കിൽ, അതായത് KIയുടെ KIയിലെ നമ്പർ ഓഫ് മോൾസ് AgNO3യേക്കാളും കൂടുതലാണെങ്കിൽ ഇതെന്തായിരിക്കും? നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ് ആയിരിക്കും. എന്നാൽ രണ്ടും ഈക്വൽ ആണെങ്കിലോ, AgNO3യും അതുപോലെ KIയും ഈക്വൽ ആണെങ്കിൽ ഇതൊരു ഇൻസൊല്യൂബിൾ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. AgNO3 കൂടിയാൽ പോസിറ്റീവ് ചാർജ് കൊളോയിഡ്, KI കൂടിയാൽ നെഗറ്റീവ് ചാർജ് കൊളോയിഡ്. രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇൻസൊല്യൂബിൾ പ്രസിപ്പിറ്റേറ്റ്. ഓക്കെ, ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നെഗറ്റീവ്ലി ചാർജ് കൊളോയിഡ് കണ്ടുപിടിക്കാനാണ്. അതായത് KIയുടെ നമ്പർ ഓഫ് മോൾസ് കൂടണം. ഞാനൊരു ഇക്വേഷൻ എടുക്കുകയാണ്. അതായത് മൊളാരിറ്റി കാണുന്നതിനുള്ള ഇക്വേഷനാണ് നമ്പർ ഓഫ് മോൾസ് പെർ വോളിയം. M എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി, N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ്, M എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി, V എന്ന് പറഞ്ഞാൽ വോളിയം. നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? N ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് N എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി ഇൻറ്റു വോളിയം ആണ്. ഓക്കെ, സോ ഞാൻ ഫസ്റ്റത്തെ ഓപ്ഷൻ എടുത്തു. ഫസ്റ്റത്തെ ഓപ്ഷനിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ വോളിയം 50 ml ആണ്, മൊളാരിറ്റി എത്രയാണ്? 1 മൊളാരിറ്റി ആണ്. അതായത് ഇവിടുത്തെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 50 × 1 ആയിരിക്കും, അതായത് 50. ശരിയല്ലേ? സോ ഞാനിവിടെ എഴുതി ഇവരുടെ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 50 എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ KIയുടെ നമ്പർ ഓഫ് മോൾസ് എത്രയായിരിക്കും? 50 × 1.5 എത്രയാ? 75, 75. 75ആണോ 50ആണോ കൂടുതൽ? 75ആണ് വലിയ സംഖ്യ. 75 ആരതാണ്? KIയുടെ നമ്പർ ഓഫ് മോൾസ് ആണ് 75. സോ KIയുടെ നമ്പർ ഓഫ് മോൾസ് AgNO3യേക്കാളും കൂടുതലാണെങ്കിൽ അത്തരത്തിലുള്ള കൊളോയിഡ് നമ്മൾ എന്ത് വിളിക്കും? നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ് എന്ന് വിളിക്കും. സോ ഫസ്റ്റത്തത് നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഞാൻ അടുത്ത് എടുക്കുകയാണ്, സെക്കൻഡ് ഓപ്ഷൻ എടുക്കുകയാണ്. സെക്കൻഡ് ഓപ്ഷൻ എങ്ങനെയാണ്? 50 × 1, അതായത് 50. ഇവിടെയാ KIയോ 50 × 2 100. ഇവിടെയും KI AgNO3യേക്കാളും കൂടുതലാണ്. സോ ഇതും എന്താണ്? നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ് ആണ്. ഞാൻ മൂന്നാമത്തെ ഓപ്ഷൻ എടുക്കാം. ഇവിടെ എന്താണ്? 50 × 2 എത്രയാണ്? 100. ഇവിടെയോ 50 × 1.5 എത്രയാ? 75. ഇവിടെ AgNO3യുടെ നമ്പർ ഓഫ് മോൾസ് KIയേക്കാളും കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ് ആയിരിക്കും. ഓക്കെ, ഞാൻ അടുത്ത് എടുക്കുന്നത് AgNO3 KI. ഇവിടെ എങ്ങനെയാണ്? 50 × 0.1 എത്രയാ? 5 ആണ്. 50 × 0.1 വീണ്ടും എത്രയാണ്? 5. സോ രണ്ടും 5 ആണ്. രണ്ടും 5 ആണെങ്കിൽ, അതായത് രണ്ടും ഈക്വൽ ആണെങ്കിൽ അതെന്തായിരിക്കും? ഇൻസൊല്യൂബിൾ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. AgNO3യും KIയും ഈക്വൽ ആണെങ്കിൽ ഇൻസൊല്യൂബിൾ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. സോ ഇവരെന്ത് ഫോം ചെയ്യും? ഇൻസൊല്യൂബിൾ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡാണ്. സോ
എ ഓപ്ഷനും നെഗറ്റീവ് ചാർജ് കൊളോയിഡാണ്, ബി ഓപ്ഷൻ നെഗറ്റീവ്ലി ചാർജ് കൊളോയിഡാണ്. സോ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? എയും ബിയും രണ്ടും എന്താണ്? കറക്റ്റാണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ മിക്കപ്പോഴും ക്വസ്റ്റ്യന് ക്യാൻസൽ ചെയ്യും. ഓക്കെ, ഒന്നിലധികം കറക്റ്റ് ആൻസർ വന്നാൽ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഓപ്ഷൻ കറക്റ്റ് ചെയ്താൽ ബബിൾ ചെയ്താലും, ഈ രണ്ട് ഓപ്ഷനിൽ ഏത് ഓപ്ഷൻ ബബിൾ ചെയ്താലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ ഓക്കെ ഞാൻ അടുത്തതായിട്ട് 2018 നീറ്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ എടുക്കുകയാണ്. ഓൺ വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഡസ് ദി കൊയാഗുലേഷൻ പവർ ഓഫ് ആൻ അയോൺ ഡിപ്പെൻഡ്? അതായത് താഴെ കൊടുത്തിട്ടുള്ള ഏതൊക്കെ പ്രോപ്പർട്ടീസാണ് കൊയാഗുലേഷൻ പവറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ആൻസർ എടുക്കാനായി ഞാൻ നിങ്ങൾക്കൊരു കോൺസെപ്റ്റ് പറഞ്ഞുതരാം. സപ്പോസ് ഞാനൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ് എടുക്കുക. ഓക്കെ, പോസിറ്റീവ്ലി ചാർജ് കൊളോയിഡ് എടുത്തു. ഈ പോസിറ്റീവ് ചാർജ് കൊളോയിഡിലോട്ട് ഞാൻ നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ് ആഡ് ചെയ്യാണ്. സോ ആഡിങ് നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ്. സപ്പോസ് ഞാനിപ്പോൾ നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇവർ തമ്മിൽ, ഈ മോളിക്യൂൾസ് തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ടാവും. കാരണം നമുക്കറിയാം പോസിറ്റീവ് നെഗറ്റീവ് എന്താണ്? ഓപ്പോസിറ്റ് ചാർജാണ്. ഇവർ പരസ്പരം തമ്മിൽ അട്രാക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞ് നമുക്ക് കാണാൻ കഴിയും എല്ലാ മോളിക്യൂൾസും വളരെ വളരെ അടുത്തായിരിക്കും കിടക്കുക. റിയാക്ടൻ്റ് എങ്ങനെയായിരുന്നു? വിട്ടിട്ടായിരുന്നു, കുറച്ച് അവർ തമ്മിൽ സ്പേസ് കൂടുതലായിരുന്നു. എന്നാൽ നമ്മൾ ഓപ്പോസിറ്റ് ചാർജുള്ള നെഗറ്റീവ് കൊളോയിഡ്സ് ആഡ് ചെയ്തപ്പോൾ എല്ലാവരും അടുത്ത് വന്നു, നമുക്ക് അവർ തമ്മിലുള്ള അകലം വളരെ കുറഞ്ഞു. ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കൊയാഗുലേഷൻ. എന്താ വിളിച്ച്? കൊയാഗുലേഷൻ. സോ നമ്മൾ എപ്പോഴാണ് നമുക്ക് ഈ കൊയാഗുലേഷൻ നടന്നത്? അതായത് നെഗറ്റീവ് ചാർജ് കൊളോയിഡിലോട്ട് ഓപ്പോസിറ്റ് ചാർജ്ഡ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈനുള്ള പോസിറ്റീവ് ചാർജ്ഡ് കൊളോയിഡ് ആഡ് ചെയ്തപ്പോഴാണ് കൊയാഗുലേഷൻ നടന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, സൈന് എന്ത് ചെയ്യുന്നുണ്ട്? ചാർജിൻ്റെ സൈന് കൊയാഗുലേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ മറ്റൊരു ലോ ആണ്, നമുക്ക് ആ ലോയെ ഹാർഡ് ഷെൽസ് റൂൾ എന്ന് വിളിക്കാം. ഈ ലോ പറയുന്നത് ഇഫ് മോർ ഈസ് ദി ചാർജ് ഓൺ ആൻ അയോൺ, more is the coagulating power. അതായത് ഒരു അയോണിലുള്ള ചാർജ് കൂടുതലാണെങ്കിൽ അവരുടെ കൊയാഗുലേഷൻ പവർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ അലുമിനിയം 3+, അതുപോലെ മഗ്നീഷ്യം 2+, സോഡിയം പ്ലസ്, ഈ 3 പേരെ എടുത്തു. ഈ 3 പേരിൽ ആർക്കാണ് കൊയാഗുലേഷൻ പവർ കൂടുതൽ? ഇവിടെ ഏറ്റവും കൂടുതൽ ചാർജ് ഉള്ളത് അലുമിനിയത്തിനാണ്. സോ അതായത് 3 ചാർജ്, ഇവിടെ 2 ചാർജ്, ഇവിടെ എന്താണ്? 1. സോ ഏറ്റവും കൂടുതൽ ചാർജുള്ള അലുമിനിയത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ കൊയാഗുലേഷൻ പവർ. മഗ്നീഷ്യം എത്രയായിരിക്കും? സെക്കൻഡ് പ്ലേസ് ആയിരിക്കും. സോഡിയം ആയിരിക്കും അവസാനം. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ എടുക്കാം ഞാൻ. PO4 3-, SO4 2-, Cl-. ഇവിടെ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ കൊയാഗുലേഷൻ പവർ? PO4 3-നായിരിക്കും. കാരണം 3 ആണ് ചാർജ്. ഇവർക്ക് എത്രയാണ്? SO4 2-, സെക്കൻഡ് ആയിരിക്കും. Cl- ഏറ്റവും കുറവായിരിക്കും. സോ നമുക്കൊരു കാര്യം മനസ്സിലായി, മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ചാർജ് കൂടുകയാണെങ്കിൽ അവരുടെ കൊയാഗുലേഷൻ പവർ എന്ത് ചെയ്യും? കൂടും. സോ കൊയാഗുലേഷൻ പവറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യം സൈൻ ആയിരുന്നു. എന്നാൽ രണ്ടാമത്തെ കാര്യം എന്താണ്? മാഗ്നിറ്റ്യൂഡ് കൂടുതലാണെങ്കിൽ കൊയാഗുലേഷൻ പവർ കൂടുതലായിരിക്കും. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ അടുത്ത് എടുക്കുന്നത് 2017 നീറ്റ് എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് നോട്ട് കറക്റ്റ്? ഇവിടെ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ ഓപ്ഷൻ എടുക്കാം. ദി വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഈസ്, സോ ഫസ്റ്റ് ഓപ്ഷനാണ് ദി വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഈസ് ചേഞ്ച്ഡ് ഇൻ ദി പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ് ഇൻ ദ റിയാക്ഷൻ ഓഫ് ഇക്വിലിബ്രിയം. നമുക്കിതെടുക്കാം. ഇവിടെ നമ്മൾ ഒരു പറയുന്നത് കാറ്റലിസ്റ്റിനെ കുറിച്ചാണ്, ശരിയല്ലേ? കാറ്റലിസ്റ്റാണ്. നമുക്കറിയാം കാറ്റലിസ്റ്റിൻ്റെ പവർ എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഒരു റിയാക്ഷനെ അൾട്ടർ ചെയ്യാനുള്ള കഴിവുണ്ട്. ഞാൻ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എടുക്കുകയാണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ
ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഓഫ് കെ ഓഫ് ഫോർവേഡ് റിയാക്ഷൻ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ബൈ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ്. ഒരു കാറ്റലിസ്റ്റ് യൂസ് ചെയ്താൽ ഈ കാറ്റലിസ്റ്റ് റിയാക്ഷൻ്റെ വേഗത കൂട്ടും അല്ലെങ്കിൽ ഫാസ്റ്റ് കൂട്ടും. എന്നാൽ ഈ ഫാസ്റ്റ് കൂട്ടുക എന്ന് പറഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ്റെ ഫാസ്റ്റും കൂടും, അതുപോലെ തന്നെ ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ ഫാസ്റ്റും കൂടും. ഫോർവേഡ് റിയാക്ഷൻ ഫാസ്റ്റ് കൂടും, ബാക്ക്വേർഡ് റിയാക്ഷൻ ഫാസ്റ്റ് കൂടും. സോ കെ ഓഫ് ഫോർവേഡും കെ ഓഫ് ബാക്ക്വേർഡും ഒരുപോലെ ഇൻക്രീസ് ചെയ്താൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്തായിരിക്കും? ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഇത് ചേഞ്ച് ചെയ്യില്ല. സോ ഇവിടെ അവർ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഈസ് ചേഞ്ച്ഡ് ഇൻ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ചേഞ്ച് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് തെറ്റാണ്. കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്ത് ചെയ്യില്ല? ചേഞ്ച് ചെയ്യില്ല. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനാണ്, തെറ്റാണത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും കറക്റ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം, വെറുതെ ഒന്ന് എടുത്ത് നോക്കാം നമുക്ക്. എൻസൈം കാറ്റലൈസ് മെയിൻലി ബയോ കെമിക്കൽ റിയാക്ഷൻ. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. എൻസൈംസ് ഇൻക്രീസ് കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഓഫ് എൻസൈംസ്. കാറ്റലിസ്റ്റ് എൻസൈംസിൻ്റെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി കൂട്ടുന്ന പറഞ്ഞിട്ടില്ല, അതും ശരിയാണ്. ദെൻ കാറ്റലിസ്റ്റ് ഡസ് നോട്ട് ഇനീഷ്യേറ്റ് എനി റിയാക്ഷൻ. അതും ശരിയാണ്. കാറ്റലിസ്റ്റ് സ്വന്തമായിട്ട് ഒരു റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. സ്റ്റാർട്ട് ചെയ്ത റിയാക്ഷന് അൾട്ടർ ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്. അത് വേഗത കൂട്ടുകയാണെങ്കിൽ പോസിറ്റീവ് കാറ്റലിസ്റ്റ് ആണ്, വേഗത കുറക്കുകയാണെങ്കിൽ നെഗറ്റീവ് കാറ്റലിസ്റ്റ് ആണ്. എങ്ങനെയാണ് വേഗത കൂട്ടുന്നത്? ആക്ടിവേഷൻ എനർജി കുറച്ചിട്ടാണ് വേഗത കൂട്ടുന്നത്. സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ എ ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം നമുക്ക്. ദി കൊയാഗുലേഷൻ വാല്യൂ ഇൻ മില്ലിമോൾസ് പെർ ലിറ്റർ ഓഫ് ദി ഇലക്ട്രോലൈറ്റ്സ് യൂസ്ഡ് ഫോർ കൊയാഗുലേഷൻ ഓഫ് AS2S3 ആർ ഗിവൺ ബിലോ. അതായത് അവരിവിടെ കൊയാഗുലേഷൻ വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, കൊയാഗുലേഷൻ വാല്യൂ തന്നിട്ടുണ്ട്. ദെൻ അവർ കൊയാഗുലേറ്റിംഗ് പവറിൻ്റെ ഓർഡറിൽ ഈ എലമെൻസിനെ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം കൊയാഗുലേറ്റിംഗ് പവറും കൊയാഗുലേഷൻ വാല്യൂം തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. അതായത് കൊയാഗുലേറ്റിംഗ് പവർ കൊയാഗുലേഷൻ വാല്യൂമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് കൊയാഗുലേഷൻ വാല്യൂ കൂടിയാൽ എന്ത് ചെയ്യും? കൊയാഗുലേറ്റിംഗ് പവർ കുറയും. കൊയാഗുലേറ്റിംഗ് പവർ കുറഞ്ഞാൽ എന്ത് ചെയ്യും? കൊയാഗുലേഷൻ പവർ കൂടും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ കൊയാഗുലേഷൻ പവറിൻ്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഏറ്റവും കൂടുതൽ കൊയാഗുലേറ്റിംഗ് പവർ, ഏറ്റവും കൊയാഗുലേഷൻ വാല്യൂ ഏറ്റവും കുറഞ്ഞ ആളുകൾക്കായിരിക്കും. സോ ഇവിടെ കൊയാഗുലേഷൻ വാല്യൂ ഏറ്റവും കുറവ് ആർക്കാണ്? 3-നാണ്, MgSO4-നാണ്. സോ ഇതായിരിക്കും ഏറ്റവും കൂടുതൽ കൊയാഗുലേഷൻ പവറുള്ള എലമെൻറ്റ്. സോ ഫസ്റ്റ് എന്തായിരിക്കും? 3 ആയിരിക്കും. പിന്നെ ഏതാണ്? BaCl2, അതായത് 0.69 ആണ്. സോ BaCl2. പിന്നെ ആരായിരിക്കും ഏറ്റവും കൂടുതൽ കൊയാഗുലേഷൻ വാല്യൂ ഉള്ള? NaCl 52. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 3, 2, 1. ഫസ്റ്റ് 3, ദെൻ 2, ദെൻ 1. നമുക്ക് അടുത്തതായിട്ട് 2016 നീറ്റ് എക്സാമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എടുക്കാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് അസോസിയേറ്റഡ് വിത്ത് അഡ്സോപ്ഷൻ. അഡ്സോപ്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അഡ്സോപ്ഷൻ. ഞാൻ ആദ്യം കുറച്ച് മോളിക്യൂൾസ് എടുക്കുകയാണ്. സപ്പോസ് ഇത് ഗ്യാസ് മോളിക്യൂൾസ് ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഈ മോളിക്യൂൾസ് വളരെ വിട്ടിട്ടാണ് നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവർ ഫ്രീ ആണെന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇവരുടെ ΔS എൻട്രോപ്പി കൂടുതലാണ് അല്ലെങ്കിൽ പോസിറ്റീവ് ആണെന്ന് പറയാം. എന്നാൽ ഈ മോളിക്യൂൾസ് അഡ്സോപ്ഷനിൽ പങ്കെടുത്താൽ, സോ ഇവർ അഡ്സോപ്ഷനിൽ പങ്കെടുക്കുകയാണ്. അഡ്സോപ്ഷൻ നടന്നാൽ ഈ മോളിക്യൂൾസ് എല്ലാം ഒരു സർഫസിൽ പോയി അറ്റാച്ച് ചെയ്യും. സപ്പോസ് ഇതൊരു സർഫസ് ആണെങ്കിൽ ഈ സർഫസിൽ വന്ന് ഈ മോളിക്യൂൾസ് എല്ലാം അറ്റാച്ച് ചെയ്യും. ശരിയല്ലേ? സോ ഈ മോളിക്യൂൾസ് സർഫസിൽ വന്ന് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇവരുടെ ഡിസ്റ്റൻസ് എന്ത് ചെയ്തു? കുറഞ്ഞു. ഇവരുടെ സ്വാതന്ത്ര്യം കുറഞ്ഞു, ഇവരുടെ ഫ്രീഡം കുറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇവരുടെ എൻട്രോപ്പി കുറഞ്ഞു, അല്ലെങ്കിൽ എൻട്രോപ്പി ΔS നെഗറ്റീവ് ആണെന്ന് പറയാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഈ മോളിക്യൂൾസ് എല്ലാം ഈ സർഫസിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഈ മോളിക്യൂൾസും സർഫസും തമ്മിൽ ഒരു ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്.
നമുക്കറിയാം ബോണ്ട് ഫോർമേഷൻ്റെ സമയത്ത് എനർജി റിലീസ് ചെയ്യും, ശരിയല്ലേ? എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എക്സോതെർമിക് റിയാക്ഷൻ. എന്താ വിളിച്ചത്? എക്സോതെർമിക് റിയാക്ഷൻ. ഒരു എക്സോതെർമിക് റിയാക്ഷനിൽ നമുക്കറിയാം ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയിരിക്കും. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ മനസ്സിലാക്കി വെക്കുക. ഒരു എക്സോതെർമിക് റിയാക്ഷനിൽ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ റിയാക്ഷൻ നടക്കുന്നത് റൂം ടെമ്പറേച്ചറിലായിരിക്കും. അതായത് ഈ റിയാക്ഷൻ ഒരു സ്പോണ്ടേനിയസ് റിയാക്ഷനാണ്. സ്പോണ്ടേനിയസ് റിയാക്ഷൻ. സ്പോണ്ടേനിയസ് റിയാക്ഷൻ്റെ ഡെൽറ്റ എസ് എന്ന് പറയുന്നത് ഡെൽറ്റ ജി എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. സോ അഡ്സോർപ്ഷൻ നടന്നാൽ ഡെൽറ്റ എസ് നെഗറ്റീവായി, ഡെൽറ്റ എച്ച് നെഗറ്റീവായി, ഡെൽറ്റ ജി എന്തായി? നെഗറ്റീവായി. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും. ഡെൽറ്റ എച്ച്, ഡെൽറ്റ ജി, ഡെൽറ്റ എച്ച്, ഡെൽറ്റ എസ് ആർ നെഗറ്റീവ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഫോഗ് ഈസ് എ കൊളോയിഡൽ സൊല്യൂഷൻ ഓഫ് സോളിഡ് ഇൻ ഗ്യാസ്, ഗ്യാസ് ഇൻ ഗ്യാസ്, ലിക്വിഡ് ഇൻ ഗ്യാസ്, ഗ്യാസ് ഇൻ ലിക്വിഡ്. ഫോഗാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഇങ്ങനൊരു ടേബിൾ എടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ഫോഗിനെ കാണാൻ കഴിയും. ഫോഗ് എന്ന് പറയുന്നത് എവിടെയാണ്? ലിക്വിഡ് ഇൻ യൂസ് ചെയ്യാം. ലിക്വിഡ് ഇൻ ഗ്യാസ് ആണ് എന്ത്? ഫോഗ് എന്ന് പറയുന്നത്. അതുപോലെ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ഇതെല്ലാം പഠിച്ചു വെക്കണം. സപ്പോസ് നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് NCERT റെഫർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. ഓക്കെ, സോ നിങ്ങളിത് വായിച്ച് പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും? സി ആയിരിക്കും. ലിക്വിഡ് ഇൻ ഗ്യാസ് ആണ് ഫോഗ് എന്ന് പറയുന്നത്. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ എടുത്തു. 2015 ചോദിച്ച ക്വസ്റ്റ്യനാണ്. വിച്ച് പ്രോപ്പർട്ടി ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ചാർജ് ഓൺ ദി കൊളോയിഡൽ പാർട്ടിക്കിൾ? ഓക്കെ, സോ ചാർജുമായി ബന്ധമില്ലാത്ത കൊളോയിഡൽ സൊല്യൂഷൻ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയല്ല, കൊളോയിഡ് സൊല്യൂഷൻ്റെ ഏത് പ്രോപ്പർട്ടിയാണ് ചാർജുമായി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളത്? ഓക്കെ, സോ 4 ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ചാർജുമായി ബന്ധമില്ലാത്തത് എന്ന് പറയുന്നത് നമുക്കറിയാം ഇലക്ട്രോ കൊയാഗുലേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ചാർജുമായി ബന്ധമുണ്ട്, കാരണം ഓപ്പോസിറ്റ് ചാർജ് കൊടുക്കുമ്പോഴാണ് കൊയാഗുലേഷൻ നടക്കുന്നത്. സോ ഇത് ബന്ധമുണ്ട്. സോ ഇതല്ല, കൊയാഗുലേഷൻ അല്ല ആൻസർ. ഇലക്ട്രോ ഓസ്മോസിസും ഇലക്ട്രോ ഫോറസിസും മോളിക്യൂൾസിൻ്റെ ട്രാൻസ്പോർട്ടുമായി ബന്ധപ്പെട്ടതാണ്. സോ അവർക്കും ചാർജുമായിട്ടൊരു റിലേഷൻ ഉണ്ട് ചില സമയത്ത്. ഓക്കെ, സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബാക്കിയുള്ള ടിൻഡൽ ഇഫക്റ്റ് ആയിരിക്കും. എന്താ ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ, സപ്പോസ് ഞാൻ ഒരു കൊളോയിഡൽ സൊല്യൂഷൻ എടുത്തു. ഇതിലോട്ട് കുറച്ച് ലൈറ്റ് കടത്തി വിടുക. ഈ ലൈറ്റ് കടത്തി വിടുകയാണെങ്കിൽ ഈ ലൈറ്റ് കൊളോയിഡ് സൊല്യൂഷൻ എത്തിയാൽ ഇത് ഈ കൊളോയിഡൽ സൊല്യൂഷനിൽ തട്ടി പല ഭാഗങ്ങളിലോട്ട് സ്കാറ്റർ ചെയ്ത് പോകും. ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടിൻഡൽ ഇഫക്റ്റ്. സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ടിൻഡൽ ഇഫക്റ്റ് ആയിരിക്കും. സോ നമ്മൾ ഈ ക്ലാസ്സിൽ 2019 മുതൽ, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ മുതൽ 2015 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലായിട്ട് വളരെ സിമ്പിളാണിത്. ഈ ചാപ്റ്റർ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്താൽ മതി. ഈ മോഡലിലായിരിക്കും മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, സോ നിങ്ങൾ ഈ ചാപ്റ്റർ മിസ് ചെയ്യരുത്. നന്നായിട്ട് എല്ലാവരും പഠിച്ചിട്ട് പോവുക. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.